പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. അവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ. തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായി തെരുവ് കച്ചവടക്കാർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് വിനീത വി ഉദ്ഘാടനം ചെയ്തു. മാലിന്യങ്ങൾ സംസ്കരിക്കാതിന്റെ ഭാഗമായി ഒരുപാട് പരിപാടികൾ ഇന്ത്യ ഒട്ടാകെ ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകത അതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ നമ്മൾക്ക് ഏത് തൊഴിൽ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം അനുസരിച്ച് തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തെരുവ് കച്ചവടക്കാരും അവരുടെ തൊഴിൽ, അവരുടെ ജീവിത വൃത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന തൊഴിലാണ് ഈ തെരുവ് വാണിഭം അല്ലെങ്കിൽ തെരുവ് കച്ചവടം എന്നുള്ളത്. പക്ഷെ അത് ശരിയായ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ്? അവർ ഒരു സമൂഹത്തിൽ അവർ കച്ചവടം ചെയ്യുന്ന സമയത്ത് ആ സമൂഹത്തിനോട് ചില ഉത്തരവാദിത്തങ്ങൾ, ചില കടമകളുണ്ട്. അപ്പം ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന കുറേ നിയമങ്ങൾ നേരത്തെ 2014 തന്നെ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി മാനേജർ ഇൻചാർജ് രാജീവ് കുമാർ R ക്ലാസ് നയിച്ചു. അഡ്വക്കേറ്റ് VS ദിനൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാന്തകുമാരി KK നന്ദി പറഞ്ഞു. എത്രയും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും ഹരിതകർമ്മസേനക്കാരും ചേർന്ന് മൊത്തം നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിലും വഴിയോരങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മാലിന്യങ്ങൾ കൊണ്ടിരുന്ന ശീലവും അങ്ങനെ ശരിയല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതെല്ലാം തെറ്റാണ് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഇത് കുറച്ചാളുകൾക്ക് മാത്രം കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ പോരാ എങ്കിൽ തന്നെയും പല രീതിയിലുള്ള ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചേർത്തുന്നുണ്ടെങ്കിൽ തന്നെയും അത് ശരിയായ രീതിയിൽ